എല്ലാവർക്കും നമസ്കാരം. മംഗലശ്ശേരി കിച്ചൺ ട്രഷറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കാൻ പോകുന്നത് കള്ളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ കള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കപ്പിന് 4 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. 4 കപ്പ്. ഇതൊരു 250 ml കപ്പാണ്. ഇത് വടിച്ചിട്ട് 4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി ഒരു 6 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുതിർത്ത് നല്ല കഴുകി വാരി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 തേങ്ങ വേണം. ഇത് അരച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്, പൊടിച്ചല്ല, അരച്ചാണ് ഉണ്ടാക്കുന്നത്. 2 തേങ്ങ വേണം. പിന്നെ വേണ്ടത് ഒരു 6 ചെറിയുള്ളി വേണം. 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം വേണം. 1 ടീസ്പൂണ് ഈസ്റ്റ് വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കുറുക്കിയെടുക്കണം. കുറച്ച് മാവ്, അതായത് കപ്പ് കാച്ചുക എന്നൊക്കെ പറയും, ചില സ്ഥലത്തോട്ട് കപ്പി കാച്ചുക എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് മാവ് ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് അരച്ചെടുക്കണം. അരി മാത്രമായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കത് ആദ്യം അരച്ചെടുക്കാം. അരിയാണ് ഇപ്പോൾ അരച്ചെടുക്കാൻ പോവാം. അധികം വെള്ളം ചേർക്കാതെ അരയ്ക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇനി ചരിക്കുമ്പോൾ ഇത്രയും വെള്ളമുള്ളൂ കേട്ടോ. നികക്കൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല, കുറച്ച് വെള്ളമുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമുക്കപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ ആദ്യത്തെ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ അരഞ്ഞു വരണം. ഇതിൽ നിന്ന് നമുക്ക് കപ്പി കാച്ചാനായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ. ഇതുപോലെ ഇത് ടേബിൾ സ്പൂണാണ്. ഒരു 4 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 4 ടേബിൾ സ്പൂണ് മാവ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഇത് യോജിപ്പിക്കണം കേട്ടോ. നന്നായിട്ട് അരഞ്ഞ മാവാണ്. ഒരു കപ്പോളം വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പം അരി അടിച്ച ആ കപ്പില്ല, ആ കപ്പിന് 1 കപ്പ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കണം. ഞാൻ പിന്നെ വേറൊരു സാധനം കൂടെ പറയാൻ മറന്നു. ഇത് നമുക്ക് ചോറ് വേണം. ഇതൊരു 4 ടേബിൾ സ്പൂൺ ചോറും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടുതൽ അരയ്ക്കണം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് കുറുക്കിയെടുക്കേണ്ടി വരാം കേട്ടോ. നമുക്കപ്പോൾ സ്റ്റൗ ഓൺ ചെയ്യാം. നമുക്ക് ചെറിയ തീ വെച്ചിട്ട് ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇളക്കി നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കണം. നമ്മുടെ മാവ് ഏകദേശം കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുറുകണം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് കുറുകി വരുന്നതിന് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ മാവ് നല്ല കുറുകി പരുവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വേഗണേ, പെട്ടെന്നായി കിട്ടും കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. കണ്ടോ, നന്നായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം കേട്ടോ. തീ ഓഫ് ചെയ്യാം, എന്നിട്ട് തണുക്കട്ടെ കേട്ടോ. അപ്പോൾ മുമ്പേ അരച്ച മാവ് നമുക്കിതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ. ഇത് ഞാൻ ആദ്യം അരച്ച മാവാണ്. അതിനകത്ത് തേങ്ങയൊന്നും ചേർക്കരുത്, പ്ലെയിൻ ആയിട്ട് അരച്ചെടുക്കണം കേട്ടോ. അധികം വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കണം. ഇനി നമുക്ക് ബാക്കി അരിയും കൂടെ നമുക്കിതുപോലെ അരച്ചെടുക്കാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് കുറച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനെല്ലാം കൂടെ ഒന്നിച്ചരയ്ക്കുന്നത് കേട്ടോ. നമുക്ക് ഒരു ടീസ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് ഈ അരി മുഴുവൻ അരച്ചെടുക്കാം കേട്ടോ. അധികം വെള്ളം വേണ്ട, കുറഞ്ഞ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതുപോലെ നമുക്ക് ഇത് മൊത്തം അരി അരച്ചെടുക്കാം. ഇതേ ഒരു പരുവത്തിന് അരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. തേങ്ങയും പിന്നെ ചോറും അരിയും കൂടി ഇട്ട് അരച്ചാണ്. ഇനി നമുക്ക് ജീരകവും ചെറിയുള്ളിയൊക്കെ ഉണ്ട്, അത് ലാസ്റ്റ് നമുക്ക് ഒന്നിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. ലാസ്റ്റിന് ബാക്കിയുള്ള അരിയും കൂടെ അരച്ചെടുക്കും. ഒരു 3 കപ്പ് അരയ്ക്കുമ്പോഴത്തേനും നമ്മളിത് അരി തീരും കേട്ടോ. അരച്ച് തീരെ നമുക്കിത് മുഴുവൻ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ചോറിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ജീരകവും ഈ ഉള്ളിയും ജീരകവും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കെല്ലാം ഒന്ന് അരച്ചെടുക്കാം. ബാക്കിയുള്ള തേങ്ങായും ഇതിലേക്ക് 1 ടീസ്പൂണ് ഈസ്റ്റും വേണം കേട്ടോ.
ടീസ്പൂണാണ്. നമുക്ക് 1 ടീസ്പൂണ് ഇത്ര ഈസ്റ്റും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് മൊത്തത്തിൽ അരച്ചെടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട് നമുക്കിനി നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതും കൂടെ നമുക്കിതിലേക്കിട്ട് അരച്ചെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് കട്ടയായിട്ടിരിക്കും. ഇത് മൊത്തം നമുക്ക് ഇതിനകത്തോട്ട് വടിച്ചിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി വെക്കാം കേട്ടോ, കുറച്ച് ഉപ്പ് ഇട്ടിട്ട്. അപ്പോൾ ഞാനിത് കാണിച്ചു തരാവേ. നമ്മുടെ മാവെല്ലാം ഞാൻ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ, ആവശ്യത്തിന്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ സ്പൂണായതുകൊണ്ട് ഞാനൊരു 4 ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കൈ കൊണ്ട് ഇളക്കണമെങ്കിൽ കൈ കൊണ്ട് ഇളക്കാം, അല്ലെങ്കിൽ തവി കൊണ്ട് ഇളക്കി വെക്കാം. ഞാനിപ്പോൾ കൈ കൊണ്ടാണ് ഇളക്കുന്നത്. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇൻഗ്രീഡിയൻസ് പറയാം. ഒരു 4 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട്. പിന്നെ 2 തേങ്ങ, 1 ടീസ്പൂണ് ഈസ്റ്റ്, 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം, 6 ചെറിയുള്ളി, ഒരു 4 ടേബിൾ സ്പൂണ് ചോറ്, ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ ഒരു 3.5 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ് കപ്പി കാച്ചാനും ബാക്കിയുള്ളത് ഇതിൻ്റെ കൂട്ടത്തിൽ അരയ്ക്കാനുമായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ച് വെക്കാം കേട്ടോ. ഈ പരുവത്തിലാണ് മാവ് വന്നേക്കുന്നത് കേട്ടോ. കണ്ടോ, ഇതുപോലെ അധികം വെള്ളമില്ലാണ്ട് നല്ല അധികം ലൂസ് ആകാതെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടണം കേട്ടോ. നിങ്ങൾക്ക് കള്ളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കള്ള് ചേർത്തിട്ട് ഇത് ആക്കിയെടുക്കാം കേട്ടോ. ഇവിടെ കള്ളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ കള്ള് ചേർക്കാത്തത് കേട്ടോ. പിന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് യോജിപ്പിക്കാം. ഇതൊരു 10-12 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് പൊങ്ങി വരാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനൊരു ഈവനിങ്ങിലാണ് ഇത് കുഴച്ച് വെക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ ഒരു 7 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത് റെഡിയാകും കേട്ടോ. അപ്പം ഞാനിത് എങ്ങനെയാണെന്നുള്ളത് ചുട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ നന്നായിട്ട് കുഴച്ച് നമുക്ക് യോജിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കള്ളില്ലാത്ത കള്ളപ്പത്തിന് ഞാനിത് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിവശമൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് അടച്ച് വെക്കാൻ. ചൂടുള്ള സമയമാണെങ്കിൽ ഒരു 8 മണിക്കൂറും കൊണ്ടൊക്കെ ഇത് നമുക്ക് പുളിച്ച് കിട്ടും കേട്ടോ. ഇതിപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഒരു 12 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പോൾ നമുക്കിനി നാളെ രാവിലെ എങ്ങനെയുണ്ട് അപ്പം ചുടിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും പിന്നെ ഞാൻ വിട്ടുപോയിട്ടുണ്ടോ പറയാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് അടച്ച് വെക്കാം. നാളെ രാവിലെ ചുട്ടിട്ട് അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ അരച്ച് വെച്ച കള്ളപ്പം എങ്ങനെയായിട്ടുണ്ടെന്ന് നോക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് പുളിച്ച് നല്ല ഈ പരുവത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 12 മണിക്കൂർ വെച്ചതാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പരുവേ. നല്ല പുളിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് വന്നേക്കുന്നത് കേട്ടോ. അധികം വെള്ളമൊന്നുമില്ല, നല്ല കുറുകിയിരിക്കുന്നത് കേട്ടോ. ഇനി ഞാനിതൊരെണ്ണം ചുട്ട് കാണിക്കാം. ചുട്ടിട്ട് നമുക്ക് നോക്കാം, ഒരെണ്ണം ചുട്ട് നോക്കാം ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ നിങ്ങളെ ചുട്ട് കാണിക്കാം കേട്ടോ. നമുക്കപ്പം ഒരു കള്ളപ്പം ഒന്ന് ചുട്ട് നോക്കാം കേട്ടോ. ഒരെണ്ണം ചുട്ട് നോക്കാം എങ്ങനെയുണ്ട്, ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാനപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കപ്പം
ഒരെണ്ണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഉപ്പോ മധുരം എന്താ കുറവുള്ളതെന്ന് നോക്കാം. നമുക്ക് മൂടി വെച്ചാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. ഞാനിപ്പോൾ മൂടിയൊന്നും വെക്കുന്നില്ല. കണ്ടോ, നല്ല ബബിൾസൊക്കെ വരുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഉണ്ടോ, ഒരു സൈഡ് നന്നായിട്ട് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ അങ്ങനെ നായി വരട്ടെ കേട്ടോ. നമ്മുടെ കള്ളപ്പം 2 സൈഡും ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇടാം. നമുക്ക് നോക്കാം ഉപ്പും മധുരമൊക്കെ പാകത്തിനാണെന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ. മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഉണ്ടോ, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. ചൂട് ഇച്ചിരി ഉപ്പും കുറച്ച് മധുരമൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പും കുറച്ച് മധുരവും ഇനി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഞങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത്ര ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ. ഇന്നലെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ടായിരുന്നേ. പിന്നെ 1 ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഒന്ന് ഇളക്കിയിട്ടൊരു 5 മിനിറ്റ് ഒന്ന് വെക്കാം കേട്ടോ. ഇത് നമുക്ക് ഒരെണ്ണം കൂടെ ചുട്ട് നോക്കാം. അപ്പം ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഞാനിവിടെ ഒരു 5 മിനിറ്റ് വെച്ചായിരുന്നു. ഇനി നമുക്ക് ഒന്നും കൂടെ ചുട്ട് നോക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇടാനുള്ള. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നല്ല മൊരിഞ്ഞ് വരണേ. അപ്പോഴാണ് ആ കള്ളപ്പത്തിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി അപ്പുറത്തെ സൈഡ് കൊണ്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഒരു 2-3 എണ്ണം ചുട്ടിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് കാണിച്ചു തരാം. നമ്മുടെ കള്ളപ്പം 2 സൈഡും ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിത് പ്ലേറ്റിലേക്ക് ഇടാം കേട്ടോ. ഒന്ന് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടോ. അപ്പം ചുട്ടത് ഉപ്പൊക്കെ കറക്റ്റാണ്. ഉപ്പും പഞ്ചസാരയെല്ലാം കറക്റ്റാണ്. നമുക്കപ്പോൾ അടുത്തും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 എണ്ണം ചുട്ടിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ മാവ് പിന്നെ അപ്പം ചുടുന്നതിന് മുമ്പ് വേണമെങ്കിൽ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്കൊക്കെ ചുടാൻ വേണ്ടിയിട്ട് ഒന്നിച്ചിങ്ങനെ എടുത്ത് വെച്ചിട്ട് ചുടണ്ട. ഇതിപ്പോൾ ഞാനൊരു 2-3 എണ്ണം ചുട്ട് കഴിയുമ്പോൾ ഞാൻ അപ്പം തന്നെ എടുത്ത് വെക്കും കേട്ടോ. പിന്നെ ഞാനിതിനകത്ത് എണ്ണയൊന്നും തേക്കാതെയാണ് അപ്പം ചുട്ടെടുക്കുന്നത് കേട്ടോ. എണ്ണയൊന്നും തൂത്തിട്ടില്ല, പ്ലെയിൻ ആയിട്ടാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ പാൻ നല്ലതാണെങ്കിൽ എണ്ണയൊന്നും തൂക്കണ്ട. മറ്റേ ഇരുമ്പിൻ്റെ ഒക്കെ ആണെങ്കിൽ അതിനകത്ത് നിങ്ങൾ എണ്ണയൊക്കെ തൂത്തിട്ട് വേണം ചുട്ടെടുക്കാൻ കേട്ടോ. അപ്പം നമ്മുടെ കള്ളപ്പം നല്ല റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പം ഉപ്പും മധുരവും എല്ലാം പാകത്തിനാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള കള്ളപ്പമാണിത്. കള്ളില്ലാത്ത കള്ളപ്പം. നിങ്ങളെല്ലാവരും അപ്പം ഞാൻ ആ പറഞ്ഞ പ്രകാരം സെയിം റെസിപ്പിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു പുതിയൊരു ഐറ്റവുമായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.